ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ കുട്ടിയുടെ പുഴ എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. ഈ പാഠഭാഗവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. കണ്ണിലൂടെ, മൂക്കിലൂടെ, നാവിലൂടെ അറിഞ്ഞും അനുഭവിച്ചും നാം പ്രകൃതിയെ ഉൾക്കൊള്ളുന്നു. തുടർച്ചയായ അനുഭവങ്ങളിലൂടെ ഭാവനയിൽ നിന്ന് പ്രകൃതിയെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു നാം. ഒരു പുഴ ജനിക്കുന്നത് നോക്കൂ. കുട്ടിയുടെ പുഴ. ടീച്ചർ പുഴകളെ പറ്റി പഠിപ്പിക്കുകയാണ്. പുഴ കാണാൻ പോയാലോ? ടീച്ചർ ചോദിച്ചു. കുട്ടി നീല കളർ പെൻസിൽ എടുത്തു. പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു നീണ്ട വര വരച്ചു. വര പുഴയായി മാറിയപ്പോൾ കുട്ടി കൈകൊട്ടി ചിരിച്ചു. പുഴ കൂടെ കുണുങ്ങി ചിരിച്ചു. കുഞ്ഞു പുഴയെ, നീ എങ്ങോട്ടാ? ഞാൻ കടലിലേക്കാ. പോരുന്നോ കൂടെ? പുഴയിലെ കടലാസു തോണിയിൽ കയറിയിരുന്ന് അവൾ തുഴഞ്ഞു. മീനുകൾ ചാടിമറിഞ്ഞ് പുഴവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി കളിച്ചു. ഏയ്, നിങ്ങൾ ഒളിച്ചേ കണ്ടേ കളിക്കുകയാ? വേണ്ടാട്ടോ, എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല. കുട്ടി ഇത്തിരി ഗൗരവത്തിലായി. കുഞ്ഞു മീനുകൾ ഒരുമിച്ച് കുട്ടിയുടെ തോണിക്കൊപ്പം കൂടി. ഹോ, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ച്? നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ നീന്തി കളിക്കാൻ? എനിക്കും വരണമെന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലേ? മാത്രവുമല്ല, നീന്താനും അറിയില്ലല്ലോ. കൂട്ടുകാരിൽ ആർക്കൊക്കെ നീന്താൻ അറിയുമെന്ന് കുട്ടി ഓർക്കുമ്പോഴേക്കും കൂട്ടത്തിലൊരു മീനിനെ വെളുവെളുത്ത കൊറ്റിയൊന്ന് റാഞ്ചിക്കൊണ്ടുപോയി. അയ്യോ പാവം മീൻ. കുട്ടി സങ്കടപ്പെട്ടു. ഒരു ഞണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നു. ഏയ് ചങ്ങാതി, നിൽക്ക്. നിനക്കെത്ര കാലുകളുണ്ട്? ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. ആഹാ, അപ്പോഴേക്കും സ്ഥലം വിട്ടോ? ഇവിടെ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ. കുട്ടി ചുറ്റും നോക്കി. ഇനി ആരുണ്ട്? ഇതെന്താ, കുഞ്ഞു ആൽമരമോ? പുഴക്കരയോട് ചേർന്ന് വളരുന്ന കണ്ടൽ കാടുകളെ കുട്ടി ആദ്യമായാണ് ഇത്ര അടുത്ത് കാണുന്നത്. വെള്ളപ്പൂക്കളെറിഞ്ഞ് മഞ്ഞയും പച്ചയും ഇലകൾ നിറഞ്ഞ ചില്ലകളാട്ടി അവ കുട്ടിയെ സ്വീകരിച്ചു. കണ്ടൽ ചെടിയെ അവൾ അതിശയത്തോടെ തൊടാൻ നോക്കുമ്പോഴേക്കും തോണി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. വാ, വേഗം പോവാം. തോണി തിരക്ക് കൂട്ടി. കടലിലെത്തുമ്പോഴേക്കും ഇനി എത്ര കൂട്ടുകാരെ കാണണം? ഇനിയും എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു. പുഴയൊഴുകുന്ന കളകള ശബ്ദം കേൾക്കാൻ കുട്ടി കാതുകൂർപ്പിച്ചു. നിം നിം നിം. അയ്യോ, ഇത്ര സമയമായോ? ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ലാണ്. പുഴയെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച് കുട്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയി. പ്രേമജ ഹരീന്ദ്രൻ എഴുതിയതാണ്. വളരെ മനോഹരമായൊരു കഥയല്ലേ? ചെറിയതാണെങ്കിലും നമുക്ക് ഭാവനയിൽ നമ്മുടെ കഥ, ഓരോ സെൻറ്റൻസുകളും വായിക്കുമ്പോൾ, ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ ഭാവനയിൽ ആ ചിത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ? നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. പാഠഭാഗത്തെ ചിത്രം കഥയ്ക്ക് ചേർന്നതാണോ? വിശദമാക്കുക. അതെ, കുട്ടി പുസ്തകത്തിൽ ഒരു നീല വര വരച്ചപ്പോൾ ആ വരയാണ് പുഴയായി താഴേക്ക് ഒഴുകിയത്. അതുപോലെ തന്നെയാണ് ചിത്രത്തിലും കാണിച്ചിരിക്കുന്നത്. പുസ്തകത്തിൽ നിന്നും ഒരു പുഴ ഉടലെടുക്കുന്നുണ്ട്. കുട്ടി കടലാസ് തോണി ഉപയോഗിച്ച് ആ പുഴയിലൂടെ പോകുന്നതും കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് ചിത്രത്തിൽ കാണാം. ഒരുപാട് മീനുകൾ കുട്ടിയുടെ തോണിക്ക് പുറകെ പോകുന്നതും കൂട്ടത്തിലൊരു മീനിനെ വെള്ളക്കൊറ്റി റാഞ്ചിയെടുക്കുന്നതും കുട്ടി ഞണ്ടിനോട് കുശലം ചോദിക്കുന്നതും കണ്ടൽ കാടുകൾക്കിടയിലൂടെ തോണി തുഴഞ്ഞു പോകുന്നതുമെല്ലാം കഥയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങളെല്ലാം ചിത്രങ്ങളിലും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ പാഠഭാഗത്തെ ചിത്രങ്ങളെല്ലാം കഥയ്ക്ക് ചേർന്നതാണ്. ചോദ്യം 2. എനിക്കൊളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല. ഈ വാക്യത്തെ എങ്ങനെയെല്ലാം മാറ്റി എഴുതാം? ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ എനിക്ക് സ്ഥലമില്ല. ഈ കുഞ്ഞു തോണിയിൽ എനിക്ക് ഒളിക്കാൻ സ്ഥലമില്ല. എനിക്ക് ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ സ്ഥലമില്ല. ഇങ്ങനെയെല്ലാം മാറ്റി എഴുതാം. അല്ല, ഇനി ഇതേ അർത്ഥം വരുന്ന രീതിയിൽ മാറ്റി എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ തോണിയിൽ എനിക്ക് ഒളിക്കാൻ ഒരിടമില്ല. ഈ കൊച്ചു തോണിയിൽ ഒളിക്കാൻ എനിക്ക് സ്ഥലമില്ല. എനിക്ക് ഒളിക്കാൻ ഈ തോണിയിൽ ഇടമില്ല. ഈ കുഞ്ഞൻ തോണിയിൽ എനിക്ക് മറഞ്ഞിരിക്കാൻ ഇടമില്ല. ഇങ്ങനെയും എഴുതാം. ചോദ്യം 3. കുട്ടിയുടെ ചിത്രം വരെയാണല്ലോ കഥയായി മാറിയത്. ഇത്തരത്തിൽ നിങ്ങളുടെ അനുഭവത്തെ കഥയാക്കി മാറ്റാമോ? അടുത്ത ആഴ്ചയാണ് ചേട്ടൻ്റെ സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോകുന്നത്. ആ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വിമാനത്തിലാണ് യാത്ര. ചേട്ടനാണ് വിനോദയാത്ര പോകുന്നതെങ്കിലും വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത എനിക്ക് രാത്രിയിൽ ഉറക്കം വന്നില്ല. നക്ഷത്രങ്ങളെ തൊട്ട് പറന്നു പോകുന്ന വിമാനം സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. സ്വപ്നത്തിൽ എല്ലാവരും ആദ്യമായി വിമാനത്തിൽ കയറിയ സന്തോഷത്തിലാണ്. എല്ലാ കൂട്ടുകാരും ഉണ്ടായിരുന്നു. എൻ്റെ സീറ്റ് ജനാലയ്ക്കടുത്തായിരുന്നതിനാൽ എനിക്ക് പുറം കാഴ്ചകളെല്ലാം കാണാമായിരുന്നു. വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നപ്പോൾ ഞങ്ങൾ ആവേശത്തോടെ ആർത്തു വിളിച്ചു. ജനാലയിലൂടെ ഞാൻ കണ്ട കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തി. എൻ്റെ വീട്, സ്കൂൾ, അമ്പലം ഇവയെല്ലാം ചെറുതായി ചെറുതായി തീപ്പെട്ടിയുടെ വലുപ്പത്തിലായിരിക്കുന്നു. റോഡുകൾ നേരിയ വര പോലെയും വാഹനങ്ങൾ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലെയും കാണുന്നു. വിമാനം മേലോട്ട് ഉയർന്നപ്പോൾ തങ്ങിക്കെട്ടുകൾ പോലെ കണ്ട മേഘത്തെ ഞാൻ തൊട്ടുനോക്കി. തണുത്ത മൃദുവായ ഒരു സ്പർശമായിരുന്നു എനിക്കത്.
മേഘങ്ങൾ എന്നെ നോക്കി ചിരിച്ചു. അവയുടെ പല ആകൃതി കണ്ട് എനിക്കും ചിരി വന്നു. സൂര്യൻ നേരെ മുന്നിൽ വന്ന് തിളങ്ങി നിൽക്കുന്നു. അത്രയും ഭംഗിയുള്ള സൂര്യനെ ഞാൻ കണ്ടിട്ടേയില്ല. സൂര്യൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചം മേഘങ്ങളിൽ തട്ടി പല നിറങ്ങളായി ചിതറി കാണപ്പെട്ടു. പെട്ടെന്ന് വിമാനത്തിൻ്റെ ചിറകിൽ ഒരു പക്ഷി വന്നിരുന്നു. നീയും ഞങ്ങളോടൊപ്പം വിനോദയാത്രയ്ക്ക് വന്നതാണോ എന്ന എൻ്റെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് പക്ഷി പറന്നുപോയി. അപ്പോഴേക്കും വിമാനം പതിയെ താഴേക്കിറങ്ങാൻ തുടങ്ങി. ഇത്ര വേഗം ഇറങ്ങാറായോ എന്നോർത്ത് എനിക്ക് സങ്കടമായി. എഴുന്നേൽക്ക് അപ്പു, സ്കൂളിൽ പോകണ്ടേ എന്ന അമ്മയുടെ ചോദ്യം കേട്ട് കണ്ണു തുറന്നപ്പോഴാണ് ഞാൻ കണ്ടത് സ്വപ്നമാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോഴും എൻ്റെ മനസ്സിൽ മേഘങ്ങൾക്കിടയിലൂടെയുള്ള എൻ്റെ വിമാനയാത്രയായിരുന്നു. ചോദ്യം 4. ഡയറി എഴുത്തിലും മറ്റും ഉപയോഗിക്കുന്ന എന്തൊക്കെ പ്രയോഗങ്ങളും രീതിയും ഈ കഥയിൽ കണ്ടെത്താൻ കഴിയും? ഡയറി എഴുത്തുപോലെ ഒരു ഭാവനാ ലോകത്തുകൂടെ സഞ്ചരിക്കുന്ന കുട്ടിയെയാണ് നമുക്ക് കഥയിൽ കാണാൻ സാധിക്കുന്നത്. തോണിയും പുഴയും കുട്ടിയുമെല്ലാം പരസ്പരം സംസാരിക്കുന്നതായി നമുക്കിതിൽ കാണാം. ഇതും ഡയറി എഴുത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ ഡയറി എഴുത്തുകൾ പല സമയത്തും വർണ്ണനകൾ നിറഞ്ഞതാവാറുണ്ട്. അത്തരത്തിലുള്ള വർണ്ണനകളുടെ പ്രയോഗവും കഥയിലുടനീളം നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെറിയൊരു പാഠഭാഗമാണ്. പാഠഭാഗവും ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്